ഹലോ ഫ്രണ്ട്സ്, ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. നമ്മൾ സാധാരണ സേമിയ പായസം തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പായസം തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു വലിയ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ്റ്റഡ് അല്ലാത്ത സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ കൂടി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ സേമിയയുടെ ഷെയ്ഡ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം 4 അണ്ടിപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 4 അണ്ടിപ്പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചസാര അണ്ടിപ്പരിപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ മിക്സി ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. വലിയൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ 1/2 ലിറ്റർ വെള്ളവും ചേർക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കുമ്പോൾ പാലെടുക്കുന്നതിൻ്റെ പകുതി അളവ് വെള്ളം ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് 3 ഏലക്കായാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഏലക്കായ ഡയറക്റ്റ് ഇടാൻ ഇഷ്ടമില്ലാത്തവർ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടിയുടെ കൂടെ ഏലക്ക ഇട്ട് പൊടിച്ചെടുത്താലും മതി. നന്നായിട്ട് പാല് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാൻ പാടില്ല. പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിളച്ച് വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പിൻ്റെയും പഞ്ചസാരയുടെയും ആ ഒരു പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടി ചേർത്തതിൻ്റെ പിന്നാലെ തന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പാലിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വറ്റിച്ചെടുക്കുമ്പോഴാണ് പായസത്തിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അടുത്തതായി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടി പിടിക്കാതെ നോക്കണം. നമ്മുടെ പായസം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. സേമിയ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി നമുക്ക് പായസത്തിലേക്ക് വേണ്ട മുന്തിരി അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് മുന്തിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയ പായസം ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ ലൂസായിട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ വളരെ തിക്കാവാനും പാടില്ല. കാരണം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പായസം ഒന്നുകൂടെ തിക്കായിട്ട് വരും. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ തിക്നെസ് കൂടി പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് പാല് തിളപ്പിച്ച് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാവർക്കും നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്മകളുണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്